ഉക്രൈൻ നാവികസേനയിലെ ഏറ്റവും വലിയ കപ്പലായ സിംഫറോപോളിൽ എന്ന നാവികസേനയുടെ കപ്പൽ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ് റഷ്യ. ഉക്രൈന്റെ കൈവശമുള്ള ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ കൂടിയാണ് ഇത്. വ്യാഴാഴ്ച ഒഡേസയ്ക്ക് സമീപമുള്ള ഡാന്യൂബ് നദീതീരത്തായിരുന്നു കപ്പൽ സ്ഥിതി ചെയ്തിരുന്നത്. റഷ്യൻ അൺമാൻഡ് സർഫേസ് വെഹിക്കിൾ അഥവാ USV ആക്രമണത്തിൽ അഥവാ ആളില്ലാത്ത സ്പീഡ് ബോട്ട് കപ്പലിൽ വന്നിടിക്കുകയും കപ്പൽ ഇതുമൂലം പൂർണ്ണമായും തകർന്ന് കടലിൽ പതിക്കുകയുമായിരുന്നു. എന്നാൽ കപ്പലിന് തകരാറ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നും കേടുപാടുകളെല്ലാം പരിഹരിച്ചു വരുന്നു എന്നുമായിരുന്നു ഉക്രൈൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ റഷ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ കപ്പൽ തകരുന്നതും രണ്ടായി പിളരുന്നതും പൂർണ്ണമായി തകർന്ന് കടലിൽ പതിക്കുന്നതും വ്യക്തമായതോടെ ഉക്രൈൻ തകർച്ച അംഗീകരിച്ചു. റഷ്യ തകർത്ത ഉക്രൈൻ നാവികസേന കപ്പലായ സിംഫറോപോളിൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധമുഖത്തെ ഏറ്റവും വലുതും കരുത്തുള്ളതും രാജ്യത്തിന്റെ അഭിമാനവുമായി കണക്കാക്കപ്പെടുന്ന കപ്പലാണ്. കഴിഞ്ഞ ഉക്രൈന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ റഷ്യൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. റഷ്യക്ക് നേരെയുള്ള ആക്രമണശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ അതിശക്തമായ തിരിച്ചടി തന്നെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 15ഓളം പേർ കൊല്ലപ്പെടുകയും തലസ്ഥാനമായ കിയേവിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയുമെല്ലാം ചെയ്തിരുന്നു. ഇതിനു ഒടുവിലാണ് ഉക്രൈന് വലിയ നഷ്ടം തന്നെ റഷ്യ വരുത്തിയിരിക്കുന്നത്. 2019 പുറത്തിറക്കിയ ഈ കപ്പൽ 2021 കമ്മീഷൻ ചെയ്ത് ഉക്രൈൻ നാവികസേനക്കൊപ്പം ചേരുന്നത്. റേഡിയോ ഇലക്ട്രോണിക്സ് ഇന്റലിജൻസ്, റഡാർ, ഓപ്റ്റിക്കൽ റെക്കഗ്നൈസേഷൻസ് എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും 30mm AK-306 ആർട്ടിലറി സിസ്റ്റം, മെഷീൻ ഗണ്ണുകൾ, മാൻപാഡ്സ് അഥവാ മാനുവൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയുള്ളതായിരുന്നു ഈ കപ്പൽ. 54.8 മീറ്റർ അഥവാ 180 അടി നീളവും 9.8 മീറ്റർ 32 അടി വീതിയുമുള്ള കപ്പലിന് 3510 ടൺ ഭാരം വഹിക്കാനും കഴിയും. 28 ദിവസം വരെ ഇന്ധനം നിറച്ചുകൊണ്ട് കടലിൽ കഴിയാൻ കഴിയുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. റഷ്യയുടെ ആളില്ലാ ബോട്ട് അതിവേഗം കുതിച്ചെത്തി കപ്പലിന്റെ മധ്യഭാഗത്ത് ഇടിക്കുന്നതും വലിയ ആഘാതത്തോടെ കപ്പൽ രണ്ടായി പിളർന്ന് കടലിൽ മുങ്ങുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വാർത്ത എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 2 പേർ കൊല്ലപ്പെടുകയും മറ്റുള്ള ജീവനക്കാരായ 28ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുമുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും റഷ്യയുടെ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കപ്പലിനെ ആക്രമിച്ച സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. മാത്രവുമല്ല, USV എന്ന ആളില്ലാ ബോട്ട് ആദ്യമായാണ് റഷ്യ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതും. ഏതായാലും റഷ്യയുടെ പ്രത്യാക്രമണത്തിൽ ഉക്രൈൻ പകക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.